ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഒരിക്കൽ കൂടി ദൈവവചന ധ്യാനത്തിന് നമ്മൾ സമയം വേർതിരിക്കുകയാണ്. സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുമുമ്പിലായിരിക്കാനും ദൈവത്തിൻ്റെ കൃപകൾ നന്നായി തിരിച്ചറിയുവാനും വചനത്തിലൂടെ ദൈവത്തിൻ്റെ വാത്സല്യം മനസ്സിലാക്കാനും ദൈവം നമ്മളെ ശീലിപ്പിച്ചു. അത് നമുക്ക് ധൈര്യമായി, ബലമായി, കൃപയായി. ഒത്തിരി ആളുകൾ മറ്റൊരാൾ പറഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് തിരിച്ചറിയാനുള്ള പ്രാപ്തിയും ത്രാണിയും പ്രാപിച്ചു. അങ്ങനെ ഓരോ ദിവസവും ദൈവമായിട്ടുള്ള സജീവ ബന്ധം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വചനം നമ്മോട് കാണിക്കുന്ന ആർദ്രതയും സ്നേഹവും കരുത്തും ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി അതിന് മുഖാന്തരമാകുന്ന കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റുന്ന കൂടെ വചനകേൾവിക്ക് അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹാദരവോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ കൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ഭാഗം വായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൻ്റെ പുറകിൽ കൂടെ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. രക്തസ്രാവക്കാരി സ്ത്രീയാണ്. വളരെ പരിചിതമായ കഥാപാത്രം. 100 പ്രാവശ്യം നമ്മെ ധൈര്യപ്പെടുത്താൻ, നമുക്ക് ബലം പകരാൻ, നമ്മളും രക്ഷപ്പെടുമെന്ന് നമ്മളെ ബോധിപ്പിക്കുവാൻ നമുക്ക് വേണ്ടി കർത്തൃദാസന്മാരിലൂടെ തിരുവെഴുത്ത് വ്യാഖ്യാനിച്ചപ്പോഴൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള കഥാപാത്രം. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് സ്വന്തം പ്രയത്നത്താൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച സ്ഥാനത്ത് ആരും സഹായമില്ലാതെ, ആരുടെയും അഭിപ്രായം ആരായാതെ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ സ്വന്തം തീരുമാനത്തോടെ തിക്കിത്തിരക്കി കയറി വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൽ എത്തിപ്പിടിച്ച് ദൈവിക ശക്തിയെ ആർജിച്ചെടുത്ത് ജീവിതത്തിൽ ധന്യത നേടി, സൗഖ്യം നേടി, ആയുസ് നീട്ടിയെടുത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കി വേദപുസ്തകത്തിൻ്റെ പ്രഭാഷണ വിഷയങ്ങളിൽ ഒന്നായി മാറാൻ ഈ ഭൂമിയിലൊരു ജന്മം കൊണ്ട് ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യവതികളിൽ ഒരാളായിരിക്കുന്ന പേര് പറയാത്ത രക്തസ്രാവക്കാരി സ്ത്രീ. ആ ഭാഗം അനേക പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ഹൃദയസ്ഥമായിരിക്കുന്ന കഥാപാത്രവും ചരിത്രവുമായിരിക്കാം അത്. എന്നാൽ ഇന്ന് അതിനിടയിൽ നിന്ന് ആ സ്ത്രീ പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രമാണ് എന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, യേശുവിൻ്റെ അടുക്കലേക്ക് കർത്താവിൻ്റെ വർത്തമാനം കേട്ടു എന്നാണ് 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വർത്തമാനം കേൾക്കുക, അഥവാ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യമുണ്ട്, യേശുവിനെ തൊട്ടാൽ വിടുതലുണ്ട്, കർത്താവ് സൗഖ്യദായകനാണ്, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ പരിഹരിക്കുകയും ഒരാൾക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങൾ സൗഖ്യമാക്കുകയും ചെയ്യുന്നവനാണ് യേശു എന്ന വാർത്ത നാട്ടിൽ പരക്കുകയാണ്. അത് ഇവരുടെ കാതിലെത്തി. യേശുവിനെക്കുറിച്ചുള്ള വാർത്ത, അതാണല്ലോ സുവിശേഷം. ആ സുവിശേഷം ഒരാളുടെ അടുക്കലെത്തുക, ഒരാളുടെ കാതിലെത്തുക, അത് വിശ്വസിക്കാൻ തയ്യാറാകുക എന്നൊക്കെ പറയുന്നത് ഈ ജന്മത്തെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനല്ല, എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നു. നമ്മുടെ അടുക്കൽ, നമ്മുടെ കാതിൽ രക്ഷകനെക്കുറിച്ചുള്ള ദൂതെത്തുക എന്ന് പറയുന്നത് ഒരു ദൈവനിർണയമാണ്, ദൈവഹിതമാണ്. ഒരുപാട് ആളുകളുടെ അടുക്കലെത്തിയിട്ടും പ്രയോജനമില്ലാതെയായി പോയതാണ് രക്ഷയുടെ സന്ദേശം. ചുരുക്കം ചിലർക്കത് ഗുണമായി തീർന്നു. ഈ സ്ത്രീയുടെ അടുക്കലും എത്തി യേശുവിനെക്കുറിച്ചുള്ള വാർത്ത. ആ വാർത്ത കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിനകത്ത് വന്ന ഒരു ചിന്ത, അതവൾ പറയുന്നു. എന്താ പറയുന്നത്? ഞാൻ രക്ഷപ്പെടും. അങ്ങനെയല്ലേ? നോക്കി, അത് തന്നെ, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് മാത്രമാണ് എടുക്കുന്നത്. യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ, യേശുവിനെ അടുത്തറിഞ്ഞപ്പോൾ, യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വാർത്ത കയ്യിൽ കിട്ടിയപ്പോൾ, യേശുവിനെക്കുറിച്ച് ഗ്രഹിപ്പാൻ ഒരവസരം കിട്ടിയപ്പോൾ അവൾ അന്ന് അവളെക്കുറിച്ച് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടും.
ഞാൻ രക്ഷപ്പെടും. ഈ ഭാഗത്ത് മോളിൽ പറയുന്നുണ്ട്, ഏറിയോന്ന് വൈദ്യന്മാരാൽ പലതും സഹിച്ചവളാണെന്ന്. അപ്പോൾ പല വൈദ്യന്മാരെ അവൾ കണ്ടിട്ടുണ്ട്, സ്പെഷ്യലിസ്റ്റുകളെ, മിടുമിടുക്കന്മാരെ. രോഗം പറയാതെ ലക്ഷണം കൊണ്ട് കാര്യം ഗ്രഹിച്ച് അന്നത്തെ കാലത്ത് കാച്ചിക്കുറുക്കിയെടുക്കുന്ന തൈലമോ കുഴമ്പോ കഷായമോ എന്തുമാകട്ടെ, അതുകൊണ്ട് നൂറുകണക്കിന് ആളുകളെ സൗഖ്യമാക്കിയ വിദഗ്ധ ഡോക്ടർമാർ, അവരുടെ മുമ്പിലൊക്കെ ഈ സ്ത്രീ പോയിട്ടുണ്ടല്ലോ. അവരുടെ മുമ്പിൽ ചെന്നപ്പോഴോ അവരെക്കുറിച്ച് കേട്ടപ്പോഴോ അവരെ നേരിൽ കണ്ടപ്പോഴോ അവരുടെ മുമ്പിൽ ഇരുന്നപ്പോഴോ അവരുടെ കരസ്പർശനം ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റപ്പോഴോ ഒന്നും ഇവക്ക് തോന്നിയിട്ടില്ല ഞാൻ രക്ഷപ്പെടുമെന്ന്. സമൂഹത്തിൽ സമുന്നതരായിരിക്കുന്ന ആളുകൾ, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന സ്ത്രീ ആയിരിക്കുകയാൽ ചിലപ്പോൾ പ്രാർത്ഥനയും ദൈവാശ്രയവും ഒക്കെ ഉള്ളതുകൊണ്ട് യഹൂദൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന റബിമാരോ പുരോഹിതന്മാരോ അന്നത്തെ ആചാര്യന്മാരോ ആരൊക്കെയാട്ടെ, അവരുടെയൊക്കെ മുമ്പിൽ ചെന്നപ്പോൾ അവരെക്കുറിച്ച് കേട്ടപ്പോൾ അവരെ കണ്ടപ്പോഴൊന്നും ഇവക്ക് തോന്നിയില്ല ഞാൻ രക്ഷപ്പെടുമെന്ന്. എന്നാൽ യേശുവിനെ കാണാൻ പോകുന്നേ ഉള്ളൂ, യേശുവിനെക്കുറിച്ച് കേട്ടേ ഉള്ളൂ, യേശുവിനെക്കുറിച്ചുള്ള വാർത്ത അവിടെ കാതിലെത്തിയുള്ളൂ. അപ്പോഴേക്കും അവളെക്കുറിച്ച് പറയുകയാണ്, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. ഇന്ന് ഈ വാക്യം വായിച്ച് കുറച്ചു നേരം ഞാൻ നിശബ്ദനായിരുന്നു, മൗനമായി ധ്യാനപൂർണനായിരുന്നു. ഈ വാചകം മാത്രം എൻ്റെ മനസ്സിനകത്ത് അരിക്കലത്തിൽ അരി തിളച്ച് മറയുന്നത് പോലെ തിളച്ച് മറഞ്ഞുകൊണ്ടിരുന്നു. ആ ചിന്തയിൽ, ആ ധ്യാന നിമിഷങ്ങളിൽ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, യേശുവിനെക്കുറിച്ച് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്, യേശുവിൻ്റെ വാർത്ത കേട്ടവരാണ്. വെറുമൊരു വാർത്തയല്ല, യേശുവിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞവരാണ്, യേശുവിനെക്കുറിച്ച് പറഞ്ഞവരും പ്രഭാഷണം നടത്തുന്നവരുമാണ് ഈ മീഡിയയിലൂടെ വാക്കുകൾ കേൾക്കുന്നത്. രക്തസ്രാവക്കാരി സ്ത്രീ കേട്ടതിനേക്കാൾ എത്രയോ അധികം എൻ്റെ കൂടപ്പുറപ്പേ നിങ്ങൾ കേട്ടു യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, യേശുവിൻ്റെ അപാരതയെക്കുറിച്ച്, യേശുവിൻ്റെ ആഗമന ലക്ഷ്യത്തെക്കുറിച്ച്, യേശുവിൻ്റെ പുനരാഗമന ലക്ഷണത്തെക്കുറിച്ചെല്ലാം ഘോരമായി പറയാനും അത് ഗ്രഹിപ്പാനും അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കാനും കഴിവുള്ളവരാണ് ഈ കേൾക്കുന്നതിൽ ഒരു 80% ആളുകൾ. ബാക്കി 20% ആളുകളും കേട്ടിട്ടില്ലാത്തവരല്ല. യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തു തോന്നുന്നു? എന്നെ ആശ്ചര്യപ്പെടുത്തി സഹോദരങ്ങളെ. നിങ്ങൾ ഇരുത്തി ചിന്തിച്ചാൽ, ലാഘവ മനസ്സോടെ ഈ കാര്യങ്ങളെ തഴുകിത്തലോടി വിട്ടാൽ നമ്മുടെ മനസ്സിൽ കയറില്ല. പക്ഷേ ഇരുത്തി ചിന്തിച്ചാൽ എന്തു പറയും? ഒരുത്തൻ യേശുവിനെക്കുറിച്ച് കേട്ടാൽ അവനെക്കുറിച്ച് തോന്നും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിയ നിങ്ങൾ, യേശുവിനെക്കുറിച്ച് അടുത്തറിഞ്ഞ നിങ്ങൾ, ഞാൻ കുറച്ചുകൂടെ കടത്തി പറയുന്നു, ക്രിസ്തുവേശു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ, നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? രക്ഷപ്പെടുമോ? 2-3 തരം ആളുകളാണ് ലോകത്തുള്ളത്. ചില ആളുകൾ തന്നെത്താൻ പറയും, ഞാൻ നന്നാവാൻ പറ്റിയില്ല, ഞാൻ രക്ഷപ്പെടില്ല, ഞാനിങ്ങനെയൊക്കെ ഗതികെട്ട് തീരത്തുള്ളൂ, നമ്മളെന്നാ പറയാനാ, നമ്മളെന്നാ ആഗ്രഹിക്കാനാ, നമ്മളെന്നാ മോഹിക്കാനാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെത്താൻ കൊച്ചാക്കി ഈ ലോകത്തിൽ ഒതുങ്ങി 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 തീരുന്നവർ. മറ്റൊരു കൂട്ടരുണ്ട്, മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് നടക്കും, ഞാൻ രക്ഷപ്പെടുമോ സാറേ, ഞാൻ രക്ഷപ്പെടുമോ പാസ്റ്ററേ, എനിക്ക് ഗുണം വരുമോ സാറേ, അയ്യോ പ്രവാചക എനിക്ക് രക്ഷയുണ്ടാവുമോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നവർ. ജീവിതകാലം മുഴുവൻ ഈ സംശയം കൊണ്ട് ചോദിച്ചുകൊണ്ട് നടക്കാനേ ചിലപ്പോൾ ഗതിയുണ്ടാകുള്ളൂ. 3-മതൊരു കൂട്ടരുണ്ട്, ഞാൻ യേശുവിനെ അറിഞ്ഞു, ഞാൻ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു, ഞാൻ യേശുവുമായിട്ട് അടുത്തു, ഞാൻ യേശുവുമായിട്ട് എന്നും സംസാരിക്കും, യേശു എൻ്റെ രക്ഷകനാണ്, യേശു നിമിത്തം സ്വർഗം എൻ്റേതായി, സ്വർഗത്തിലെ ദൈവം എൻ്റെ അപ്പനായി, ഞാൻ സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗമായി, ക്രിസ്തുവേശുവിൻ്റെ കാൽവരി മരണത്താൽ എൻ്റെ പാപവും പരിഹരിക്കപ്പെട്ടു, ഞാൻ എന്നെ യേശുവിന് കൊടുത്തു, ഞാൻ അവനെ രക്ഷക എന്നാണ് വിളിക്കുന്നത്, യേശുവെ എന്നല്ല വിളിക്കുന്നത്, എൻ്റെ പ്രേമകാന്തൻ, എൻ്റെ ആത്മരക്ഷകൻ, എന്നെ കരുതുന്നവൻ, എന്നെ സൂക്ഷിക്കുന്നവൻ, എനിക്കായി മടങ്ങി വരുന്നവൻ, എന്നോട് സംസാരിക്കുന്നവൻ, എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവൻ, അവനാണ് യേശു. ആ യേശുവിനെ അത്രയും അറിഞ്ഞവർ ആരോടും ചോദിക്കുകയില്ല, ഞാൻ രക്ഷപ്പെടുമോ,
ഞാൻ രക്ഷപ്പെടുവോ? എൻ്റെ കാര്യം നടക്കുമോ? അയ്യോ ചോദിക്കുകയില്ല. യേശു എൻ സ്വന്തമായാൽ ഞാൻ പറയും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, എൻ്റെ കുടുംബം രക്ഷപ്പെടും, ഞാൻ നിമിത്തം മറ്റു പലരും രക്ഷപ്പെടും, ഞാൻ സന്തോഷിക്കും, ഞാൻ സമാധാനത്തിൽ ജീവിക്കും, എൻ്റെ ഞെരുക്കം മാറും, എൻ്റെ കഷ്ടം മാറും, ഞാൻ വഴിത്തലയ്ക്ക് തീരില്ല, ഞാൻ നിത്യതയിലെത്തും, എൻ്റെ ആയുസ് കൂടും, ഞാൻ സമാധാനത്തോടെ വാഴും, എൻ്റെ നഷ്ടങ്ങൾ ലാഭമാകും, എൻ്റെ രട്ടഴിയും, എൻ്റെ ദുഃഖം മാറും, വിലാപം മാറും, ഞാൻ സന്തോഷിക്കും, ഞാൻ കൃപയിൽ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും എന്ന് പറയുന്നു. ഇത്രയും കേട്ടിട്ട് രക്ഷപ്പെടുവോ? ഷാജി പാസ്റ്റർ പറഞ്ഞുകൊണ്ടല്ല, അങ്ങനെയൊന്നും പറയരുത്. എന്നേക്കാൾ മിടുക്കൻ പത്രോസ്ലീഹയോ പൗലോസ്ലീഹയോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടല്ല. എൻ്റെ യേശുവിനെ എനിക്കറിയാം, ഞാൻ അവനെക്കുറിച്ച് കേട്ടു, ഞാൻ അവനെ വിശ്വസിച്ചു. ഇനി നീ നിന്നെക്കുറിച്ച് പറ. ഈ രക്തസ്രാവക്കാരി സ്ത്രീ, പാവം സ്ത്രീ, മറ്റു പലരെയും കണ്ടിട്ട് മറ്റു പലരെ അടുക്ക ചെന്നപ്പോൾ അവളെക്കുറിച്ച് തോന്നാത്തൊരു തോന്നൽ യേശുവിനെക്കുറിച്ച് കേട്ടപ്പോഴേ തോന്നി, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. കർത്താവിനെക്കുറിച്ച് ആര് കേൾക്കുന്നോ അവന് തോന്നാൻ തുടങ്ങും, ചത്തേക്കാം, ആറ്റിച്ചാടിയേക്കാം, കെട്ടിത്തൂങ്ങിയേക്കാം, തീവണ്ടിക്ക് തല വെച്ചേക്കാം എന്ന് പിന്നെ തോന്നിയല്ല. 100 പേരോട് ചോദിക്കും. ഇത് കേൾക്കുന്ന പലരും ഇത് കേൾക്കുമ്പോൾ കൈ ഉയർത്തി ആമീൻ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം കർത്താവിനെക്കുറിച്ച് കേട്ടപ്പോൾ തോന്നാൻ തുടങ്ങി, ഞാൻ മരിക്കേണ്ടി വരില്ല, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. പ്രിയരേ, ഞാൻ രക്ഷപ്പെടും എന്നൊരു തോന്നൽ അല്ല, ആ ഒരു ഉറപ്പ് നമുക്ക് തരുന്നത് കർത്താവാണ്, കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷമാണ്. എത്രയോ പേർക്കത് കിട്ടി. ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങൾക്കും അത് കിട്ടട്ടെ. യേശുവിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയെങ്കിൽ ഇനി ആ അധരം കൊണ്ട് മിണ്ടിപ്പോകരുത്. ഞാൻ നശിക്കത്തുള്ളൂ, ഞാൻ തീരത്തുള്ളൂ, എന്തിനാ ജീവിക്കുന്നത്, എന്തിനാ ഈ ജന്മം, മിണ്ടരുതിനി. ഇത് കേൾക്കുന്നവർ ആരോടും ഇനി സംശയത്തോട് ചോദിച്ച് നടക്കരുത്. ഞാൻ രക്ഷപ്പെടുവോ, ഞാൻ ഗുണം വരുമോ, ഞാൻ നന്നാവുമോ? നമുക്ക് സംശയങ്ങൾ വരാം, ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണം. പക്ഷേ ഞാൻ രക്ഷപ്പെടുമോ എന്ന ചോദ്യം നീ ആരോടും ചോദിക്കരുത്. യേശുവിനെ കിട്ടിയാൽ അന്ന് മുതൽ ആരോടും പറഞ്ഞേക്കണം, ഞാൻ രക്ഷപ്പെടും. ആ വാക്യം ഒന്നോടെ അടിവരയിട്ടു. ഈ ദിവസങ്ങളിൽ നീ രക്ഷപ്പെടും. യേശുവിനെ നന്നായി അറിഞ്ഞാൽ, കർത്താവിൻ്റെ പക്ഷത്ത് നിന്നാൽ പറ, ഞാൻ രക്ഷപ്പെടും. എന്ത് വിഷയത്തിന് നടുവിലാണെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷം ബൈബിളിൽ നിന്ന് എടുക്ക്, 5-ാം അധ്യായം 28-ാം വാക്യം അടിവരയിട്ടിട്ട് പറ, ഞാൻ രക്ഷപ്പെടും. പിള്ളേർക്കത് ചൂണ്ടിക്കാണിക്ക്, അവരോടും പറ. ഒരു 5 പേരോടെങ്കിലും ഇന്ന് പറ, നീ ആ വാക്യം വായിച്ചിട്ട് അടിവരയിട് കൊച്ചായി, എന്നിട്ട് പറ, ഞാൻ രക്ഷപ്പെടുമെന്ന്. അത്രയും മതി, ബാക്കി ദൈവം ചെയ്യും. ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 100 കണക്കിന് ആളുകൾ രക്ഷപ്പെടുവോ, ഗുണം വരുമോ, ജീവിക്കുമോ, ഇവിടെ പട്ടുപോകുമോ, നാണം കെടുവോ എന്ന് ചോദിച്ച് നടക്കുന്നവർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവേ. ഞങ്ങൾ അങ്ങയെക്കുറിച്ചാണ് പറയുന്നത്, അങ്ങയെക്കുറിച്ച് അറിഞ്ഞത്. അതുകൊണ്ട് ഇന്നിത് കേൾക്കുന്ന ഒത്തിരി പേർ ഹൃദയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ നെഞ്ചോട് ചാരിയിരുന്നുകൊണ്ട് പറയട്ടെ, ഞാൻ രക്ഷപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, വിധവമാരായി പോയവർ, 2 കൈക്കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ മനഃപൂർവ്വമായിട്ട് ആരോ ചതിച്ചവർ, കൈകൾ ശൂന്യമായവർ, ആരൊക്കെ എന്നെ കേട്ടാലും അവരോട് എൻ്റെ കർത്താവ് പറയണം, പറയണ മോനേന്ന്, ഞാൻ രക്ഷപ്പെടുമെന്ന് പറ. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയിപ്പിക്കണം. അപ്പ നിരാശ മാറട്ടെ, ഭാരം മാറട്ടെ, ഞാൻ രക്ഷപ്പെടും. അതിന്ന് ഈ ഭൂമിയിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയട്ടെ, ഞാൻ രക്ഷപ്പെടും. ഈ സ്ത്രീ ഞങ്ങൾക്കൊരു മാതൃകയാണ്. അങ്ങയെ തൊട്ട, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട ഈ സ്ത്രീ, ഞങ്ങൾ ഈ വചനത്തിൽ നിന്ന് അത് അടർത്തിയെടുക്കുന്നു. ഞാൻ രക്ഷപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും, എൻ്റെ കുടുംബം രക്ഷപ്പെടും, എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ രക്ഷപ്പെടും. ഞാനത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ, ആമേൻ.